നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ആരാ ഇവിടെ നന്ദിത? നിങ്ങൾക്ക് ആരാ? ഞാനാ നന്ദിത. എന്താ നിങ്ങൾക്ക് വേണ്ട? ഞങ്ങൾക്ക് വേണ്ട ഇവളെയാ. ഞങ്ങൾ ഹക്കീമിനെ കൊല്ലാക്കൊല ചെയ്ത ഇവളെ ഞങ്ങൾ കൊണ്ടുപോകും. തൊട്ടുപോര് തന്നെ. അതിനുള്ള യോഗ്യത നിങ്ങൾക്കില്ല. ഞങ്ങളിപ്പോ ഒന്നിലേക്ക് കാണാറുണ്ട് നിന്റെ യോഗ്യത. നിങ്ങളോട് ആര് പറഞ്ഞു എന്നെ രക്ഷിക്കാൻ? ഇതിലും ഭേദാ ഗുണ്ടകൾ എന്നെ കൊണ്ടുപോകുന്നതായിരുന്നു. പെണ്ണെന്ന വാക്കിനെ കളങ്കപ്പെടുത്തിയവരാ നിങ്ങള്. പക്ഷേ പെണ്ണിന്റെ അഭിമാനം സംരക്ഷിക്കാൻ ഇറങ്ങിയതുകൊണ്ടാ എനിക്ക് ഗതി വന്നത്. നമ്മൾ തമ്മിലെ ഒരുപാട് വ്യത്യാസമുണ്ട്. അടിപൊളി. എന്താ എന്താ ഇവിടെ? അതേട്ടാ, ഇവിടെ ഭയങ്കര സംഘടന വരുന്നു. സംഘടനമോ? ഞാനിവിടെ ഇല്ലാതിരുന്നത് അവന്മാരുടെ ഭാഗ്യം. ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നല്ലോ. ഞാനിവിടെ കൃത്യസമയത്ത് എത്തിയോണ്ട് ഇത്രയൊക്കെ സംഭവിച്ചോളൂ. ആ, സംഭവിച്ചതാണോ സംഭവിപ്പിച്ചതാണോ എന്നൊക്കെ ആർക്കറിയാം. അല്ലെങ്കിൽ ഇത്ര കൃത്യസമയത്ത് തന്നെ അച്ചിയും നായരും കൂടെ എങ്ങനെ വന്ന്? എനിക്കിതിലൊക്കെ സംശയമുണ്ടേ. എനിക്ക് യാതൊരു സംശയവും ഇല്ല. ഇതിന്റെ പിന്നിൽ ആരാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. വെറുതെ അതൊന്നും പറഞ്ഞ് എന്റെ വിശ്വയുടെ മണ്ടക്കിടാനാ നിങ്ങളുടെ ശ്രമമെങ്കിലേ ഞാൻ സമ്മതിക്കല്ല. ആരുടെ മണ്ടക്കിടണമെന്ന് അധികം വൈകാതെ ഞാൻ കാണിച്ചു തരാടാ. കവരി വാ. ഇയാൾക്ക് ഇത് തന്നെ പണി. വിശ്വട്ട് ഇതൊന്നും കാണുന്നില്ലേ? ആലപ്പുഴയിലെ കിരീടം വെക്കാത്ത രാജാവിന് ഇതെന്ത് പറ്റി? നിങ്ങളൊക്കെ വലിയ സ്ത്രീ വിമോചനവാദികളല്ലേ? ആണിനാകാമെങ്കിൽ പെണ്ണിനുമാകാമെന്നാണല്ലോ നിങ്ങളുടെയൊക്കെ പ്രമാണം. നാഗവല്ലിയെ ഞാൻ കിട്ടിയതുകൊണ്ട് എനിക്ക് കാവേരിയോട് എതിർക്കാൻ പറ്റുമോ? കണ്ടു നിൽക്കാം, അനുഭവിക്കാം, വേറെ വഴിയില്ലല്ലോ.
നാഗവല്ലി വാ. അവനത് തന്നെ പണി, ഇയാൾക്ക് ഇത് തന്നെ പണി. ഇത് വല്ലൊരു ഫൈറ്റാണോ? അയ്യോ, എന്റെ മസിലൊന്ന് വെട്ടിക്കേറി. ഇല്ലെങ്കിൽ അവന്മാർ ഇടികൊണ്ട് ചുരുണ്ടേനെ. പിന്നെ എന്റെ ആ ചേച്ചി വാ. കിക്ക് എങ്ങനെ ഉണ്ട്? എന്നാൽ ഈ നായിന്റെ മോൻ ഇത്ര കൃത്യമായിട്ട് എങ്ങനെ കെട്ടിയെടുത്തെന്നുള്ളതാണ്. ഇനി അവന്മാരുടെ ഹോസ്പിറ്റൽ ബില്ലും കൊടുക്കണമല്ലോ. ഈശ്വര, ആ ചാള കുളമായി. നന്ദിതയുടെ ജാമ്യം ക്യാൻസലായി. ക്യാൻസൽ ആയെന്നോ? അടുത്ത മാസം 16-ാം തീയതിയാണല്ലോ സിറ്റിംഗ്. വക്കീലിന് പറഞ്ഞ മനസ്സിലായില്ലേ? ആ ഉത്തരവ് റദ്ദായിന്ന്. വായിച്ചു നോക്ക്. ഒരു കാരണമില്ലാതെ അതെങ്ങനെ റദ്ദായി? ഒരു കാരണവുമില്ലെന്ന് ആര് പറഞ്ഞു? വക്കീലിനെന്താ വായിച്ചാ മനസ്സിലാവില്ലേ? എന്റെ വക്കീലെ, ജാമ്യത്തിലിറങ്ങിയ പ്രതി അനുരഞ്ജന ചർച്ചയ്ക്ക് വന്ന വാദിയുടെ സുഹൃത്തുക്കളെ ആക്രമിക്കുകയും ജാമ്യ വ്യവസ്ഥ വയലേറ്റ് ചെയ്യുകയും ചെയ്തുവെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനൊരു ഓർഡർ ഉണ്ടായത്. ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വക്കീല് നേരെ കോടതിയിലേക്ക് വാ. നമുക്ക് അവിടെ വെച്ച് കാണാം. ദേവിയെ, സർ. ചേച്ചി വരൂ. വരാ ചേച്ചി, നടക്ക്. എങ്ങനെ ഇരിക്കുന്നു? ആ ബോംബെക്കാരൻ കൊള്ളക്കാരൻ അന്ന് നിങ്ങളുടെ മുമ്പിൽ ഷൈൻ ചെയ്യാൻ വേണ്ടി ഹീറോയിസം കാണിച്ചപ്പോഴേ ഞാൻ വിചാരിച്ചതാ ഇതിങ്ങനൊക്കെ തന്നെ തീരുമെന്ന്. അനുഭവിച്ചോ? പൊയ്ക്കോണം എന്റെ മുന്നിൽ നിന്ന്. എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് അഭിനയിക്കുന്നു.